സാറിന്റെ ഈ രാഷ്ട്രീയത്തില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ്, ആരും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല. എങ്കിലും നമുക്ക് വിഷ്ണുനാഥ്, ഡീന്, ഷാഫി. ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് അപ്പനല്ലാതെ വേറൊരു വ്യക്തി പൊളിറ്റിക്സിലാണോ? ആ, പൊളിറ്റിക്സ്. രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി തന്നെയാണ് ഒരാളുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ചെയ്യുന്നത്? അമ്മയാണോ? അമ്മ സ്വാഭാവികമായിട്ടും അമ്മയല്ലേ. എല്ലാം അപ്പന്റെ കൂടെയും എല്ലാം വർക്ക് ചെയ്തത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇന്ന പോലെ എന്നുവെച്ചാൽ മുന്നോടി അമ്മയ്ക്ക് അറിയാലോ ഇന്ന പോലെയൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അമ്മ ഇരുന്ന് ഉപദേശിച്ച കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അമ്മ പിന്നെ ചെറുപ്പം തൊട്ട് ഉപദേശം. അമ്മമാരെ പോലെ അപ്പയ്ക്ക് ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അമ്മ അത് എല്ലാം ചെയ്യും. കാരണം അമ്മ ഉപദേശിച്ചില്ലേ നമ്മള് ശരിയായ പാതയിൽ പോകത്തില്ല. അമ്മ തന്നെയാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരായി പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ടിരിക്കുന്നു. ഭയങ്കര ഈ ദൈവവിശ്വാസിയാ? ഞാൻ ഭയങ്കര ദൈവവിശ്വാസി. കാര്യം എപ്പോഴും ഞാൻ പള്ളിയിൽ പോകുന്നതും അവിടുത്തെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴും അവിടെ ഉള്ളതും പ്രാർത്ഥനയും എല്ലാം. മാത്രമല്ല എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്പന്റെ കല്ലറക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചേച്ചും. ഞാൻ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നതും അവിടെ തന്നെയാണ്. കല്ലറയിൽ പോയിട്ടാണ് ഞാൻ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിപ്പിക്കുന്നത്. അപ്പം കാരണം എന്റെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുന്നില്ല. ശരിയാ, സാർ പറയുന്ന ഒരു കണക്കിന് കറക്റ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. ഇന്നും ആ കല്ലറയ്ക്ക ചെന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടുകാർ എത്ര പേര് അദ്ദേഹത്തിനെ ഇന്നും അദ്ദേഹം ജീവിക്കുകയാണ്. ഞാൻ എപ്പോ ചെന്നാലും വളരെ കുറച്ച് സന്ദർഭം ഒഴിച്ച്, എപ്പോ രാത്രി ചില സന്ദർഭം ഒഴിച്ച് എപ്പോ ചെന്നാലും അവിടെ ആൾ കണ്ടിരിക്കും. സത്യം. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് ഇന്നും അത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. അതിൽ പല ഒരു അംഗീകാരം ഒരു പൊതുപ്രവർത്തകന് എനിക്കൊരു ചലഞ്ചാ. സത്യം. ഇവിടുത്തെ ഓരോ വ്യക്തിക്കും ഒരു ചലഞ്ചാണ് അദ്ദേഹത്തിന്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. അതിന്റെ 10-1 പോലും നമ്മൾ സക്സസ് ആവും. സത്യം. അത് ഒരു യാഥാർത്ഥ്യം. പൊളിറ്റിക്സ് മാത്രമല്ല, അദ്ദേഹത്തെ വീടിന്റെ ഒരു അംഗമായി കാണണമെങ്കിൽ അത് അത്രയും അദ്ദേഹം ഓരോ വീടും കരുതിയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. ഒരു ബ്രേക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, 24 മണിക്കൂറിൽ കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം പുറത്തു നിൽക്കില്ല. തിരിച്ചു വന്നിരിക്കും. ഡൽഹി വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഡൽഹി ഞാൻ പഠിക്കുന്ന സമയമാണ്, രാവിലെ വന്ന് വൈകിട്ട് പോയിരിക്കും. ഞാനും ഓർന്നു ഒരു ദിവസം നിൽക്കാതെ. അദ്ദേഹം വരുമ്പോ ഒരു ഭയങ്കര പോസിറ്റീവ്നെസ്സാ. കാരണം നമുക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്നു കഴിയുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. കാരണം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറലി അതൊരു സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി. പക്ഷെ വന്നു കഴിഞ്ഞാൽ പോയിരിക്കുകയും ചെയ്യും. ആക്ച്വലി സാറിന്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ലെഷർ ടൈം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല? ലെഷർ ടൈം വളരെ ഒരു ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്ത സമയം അതിനെക്കാട്ടി ചുരുക്കും. അപ്പൊ അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നുള്ളായിരിക്കും? സ്വാഭാവികമായിട്ടും. കാരണം അപ്പയ്ക്ക് എവിടെ നേരെ ഇരിക്കണേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മ പരാതി നാച്ചുറൽ. ഇപ്പം ഞങ്ങള് ഒരു കണ്ണിൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ നാഷണൽ ലെവലില് രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ വന്ന അച്ചു ആൻഡ് സാറും കൂടെ പ്രസംഗം അങ്ങനെ ഒരു അതിപ്പം ഈ പ്രാവശ്യം ഫാമിലി മൊത്തം ഇറങ്ങിയല്ലോ. എന്റെ 2 സിസ്റ്റേഴ്സും ഇറങ്ങി, അത് അമ്മ ഇറങ്ങി. അതിന്റെ ഒരു കാരണം വെച്ചാല് ഞങ്ങളെല്ലാം BJP പോവാണെന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ. Let's cook with love.